ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. തദ്ദേശ വാർഡ് വിഭജനത്തിനായി സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ പുറപ്പെടുവിച്ച അന്തിമ വിജ്ഞാപനങ്ങൾക്കെതിരായ അപ്പീലുകൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ പത്രികാ സമർപ്പണം വെള്ളിയാഴ്ച വരെ സ്ഥാനാർത്ഥികൾക്ക് നിക്ഷേപ തുക ഓൺലൈനായി അടയ്ക്കാൻ സൌകര്യമൊരുക്കി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവബോധ വാരാചരണത്തിന് നാളെ തുടക്കം. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം. സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക്. സ്വർണ്ണ കവർച്ചാ കേസിൽ സന്നിധാനത്ത് പരിശോധന നടത്തി പ്രത്യേക അന്വേഷണ സംഘം. വയനാട് മീനങ്ങാടി, പാലക്കാട് കുന്നംകാട്ടുപതി ക്ഷീരോത്പാദക സഹകരണ സംഘങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ഗോപാൽ രത്ന അവാർഡ്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനത്തിനായി സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ പുറപ്പെടുവിച്ച അന്തിമ വിജ്ഞാപനങ്ങൾക്കെതിരായ അപ്പീലുകൾ കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തള്ളി. കഴിഞ്ഞ മാസം സിംഗിൾ ബെഞ്ച് പുറപ്പെടുവിച്ച ഉത്തരവിനെതിരെ നൽകിയ അപ്പീലുകൾ തള്ളിയ കോടതി സിംഗിൾ ബെഞ്ച് വിധി ശരിവയ്ക്കുകയും ചെയ്തു. ഹർജികളിൽ ഉന്നയിച്ച പരാതികളെല്ലാം സമാന സ്വഭാവമുള്ളതാണെന്ന് നിരീക്ഷിച്ച കോടതി എല്ലാ ഹർജികളും ഒരുമിച്ചാണ് പരിഗണിച്ചത്. സംസ്ഥാനം തദ്ദേശ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായ മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിലേക്ക് കടന്നിരിക്കുകയാണ് വിവിധ മുന്നണികൾ. ഈ മാസം 21 വരെയുള്ള പത്രികാ സമർപ്പണത്തിന് ശേഷം സൂക്ഷ്മ പരിശോധന 22 നടക്കും. നവംബർ 24 വരെ പത്രിക പിൻവലിക്കാം. 23,576 വാർഡുകളിലേക്ക് അടുത്ത മാസം 9-നും 11-നും 2 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 13-ന് നടക്കും. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾക്ക് നിക്ഷേപ തുക ഓൺലൈനായി അടയ്ക്കാനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സൌകര്യമൊരുക്കി. treasury.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി പണം അടയ്ക്കാനാകും. ഇതിനു പുറമെ ട്രഷറിയിൽ നേരിട്ടും വരണാധികാരി മുൻപാകെയും പണം അടയ്ക്കുന്നതിനുള്ള അവസരമുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിനെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിൽ വീണ്ടും ഹിയറിംഗ് നടത്തണമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. മുട്ടട വാർഡിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ വൈഷ്ണ നൽകിയ ഹർജിയിലാണ് നടപടി. ഈ മാസം 19-ന് മുൻപ് ഹിയറിംഗ് നടത്തി തീരുമാനമെടുക്കണമെന്നും കോടതി ഉത്തരവിട്ടു. കണ്ണൂർ പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിലെ ബൂത്ത് ലെവൽ ഓഫീസർ അനീഷ് ജോർജിന്റെ നിര്യാണത്തിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ ദുഃഖം രേഖപ്പെടുത്തി. മൊത്തം തിരഞ്ഞെടുപ്പ് സംവിധാനവും ഏകീകരണത്തോടെ പ്രവർത്തിക്കുന്ന ഈ ഘട്ടത്തിൽ ഒരു ഉദ്യോഗസ്ഥനും പ്രയാസം നേരിടേണ്ടി വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം BLO അനീഷ് ജോർജിന്റെ സംസ്കാരം കണ്ണൂർ പള്ളിമുക്ക് ലൂർദ് മാതാ പള്ളിയിൽ നടന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക LDF പുറത്തിറക്കി. അതിദാരിദ്ര്യമുക്ത പദ്ധതിയുടെ തുടർച്ചയായി കേവല ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഉൾപ്പെടെ പ്രതിപാദിച്ചിട്ടുണ്ട്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തിരുവനന്തപുരം AKG സെന്ററിൽ നടന്ന ചടങ്ങിലാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. കേന്ദ്ര സർക്കാർ ക്ഷീരമേഖലയിൽ നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരമായ ഗോപാൽ രത്ന അവാർഡ് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് വയനാട് മീനങ്ങാടി ക്ഷീരോത്പാദക സഹകരണ സംഘം. ക്ഷീര കർഷകർക്കായി നടപ്പിലാക്കിയ വിവിധ പദ്ധതികൾ പരിഗണിച്ചാണ് അവാർഡ്. പുരസ്കാരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ക്ഷീരസംഘം സെക്രട്ടറി മാത്യു KB ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. കർഷകർക്ക് പലിശരഹിത വായ്പ, വർഷം മുഴുവൻ പാലിന് പ്രോത്സാഹന വില, കാലിത്തീറ്റയ്ക്ക് സബ്സിഡി, കന്നുകാലി വൈദ്യസഹായം, ഡോക്ടറുടെ സേവനം, മെഡിക്കൽ ഷോപ്പ്, മെഡിക്കൽ ലാബ് തുടങ്ങിയ ഒട്ടേറെ സേവനങ്ങൾ സംഘം കർഷകർക്കായി നടപ്പിലാക്കി വരുന്നു. കൂടാതെ ദിവസേന 17,500 ലിറ്റർ പാൽ സംഭരിക്കുകയും പാൽവില ബാങ്കിലൂടെ കർഷകരുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കുകയും കർഷകർ അളന്ന പാൽ, അതിന്റെ ഗുണനിലവാരം എന്നിവ നിത്യേന SMS മുഖാന്തരം കർഷകർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. പാലക്കാട് കുന്നംകാട്ടുപതി ക്ഷീരോത്പാദക സഹകരണ സംഘവും അവാർഡിന് അർഹരായി. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവബോധ വാരാചരണത്തിന് നാളെ തുടക്കമാകും. ഇപ്പോൾ പ്രവർത്തിക്കുക, വർത്തമാനം സംരക്ഷിച്ചാൽ ഭാവി സുരക്ഷിതമാകും എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ആന്റിബയോട്ടിക് മരുന്നുകളുടെ തെറ്റായ ഉപയോഗം മൂലം ഉണ്ടാകുന്ന ആന്റിബയോട്ടിക് പ്രതിരോധം ആർജിച്ച അണുബാധകളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. ഈ മാസം 24 വരെ നീളുന്ന വാരാചരണത്തിന്റെ ഭാഗമായുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കുചേരണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഇന്ന് ദേശീയ അപസ്മാര ദിനം. എപ്പിലെപ്സി ബാധിച്ചവർക്ക് കൃത്യമായ ചികിത്സയും പരിചരണവും നൽകി മുഖ്യധാരയിലേക്ക് എത്തിക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ ന്യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ആശാലത R ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
മറ്റുള്ള രോഗങ്ങൾ മാതിരിയല്ല ഇത് വരുന്ന ഒരു 1-2 മിനിറ്റ് നേരം മാത്രമേ അത് വരുന്ന ആൾക്ക് ചെറിയൊരു മാറ്റം അനുഭവപ്പെടുന്നുള്ളൂ. ഈ പറഞ്ഞ വ്യക്തികളെ നമ്മൾ സമൂഹത്തിൽ മറ്റുള്ളവരിൽ നിന്നും അകറ്റി നിർത്താതിരിക്കുകയും അവർക്ക് വേണ്ട താങ്ങ് കൊടുക്കുകയും ശരിയായ ചികിത്സ അവർക്ക് നൽകി അവരെ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരികയും ചെയ്യുകയാണ് വേണ്ടത്. 38ാമത് കേരള സയൻസ് കോൺഗ്രസിന് മുന്നോടിയായി ഡോക്ടർ MS വല്യത്താൻ അനുസ്മരണ പ്രഭാഷണം നാളെ തിരുവനന്തപുരത്ത് നടക്കും. രാവിലെ 10:30 ശ്രീചിത്രയിലെ അച്യുതമേനോൻ സെന്റർ ഫോർ ഹെൽത്ത് സയൻസ് സ്റ്റഡീസ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. ശ്രീചിത്ര തിരുനാൾ സ്ഥാപക ഡയറക്ടറും KSCSTEയുടെ ആദ്യത്തെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റുമായിരുന്നു ഡോക്ടർ MS വല്യത്താൻ. ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ 7 വിക്ഷേപണങ്ങൾ കൂടി നടത്തുമെന്ന് ISRO. വാണിജ്യ ആശയവിനിമയ ഉപഗ്രഹം PSLV, GSLV ദൌത്യങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ വിക്ഷേപണമാണ് ലക്ഷ്യമിടുന്നത്. ഇന്ത്യൻ ബഹിരാകാശ നിലയത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും ISRO ചെയർമാൻ V. നാരായണൻ അറിയിച്ചു. ഡൽഹിയിലെ ചുവപ്പുകോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടക കേസ് പ്രതിയും കശ്മീർ സ്വദേശിയുമായ ആമിർ റഷീദ് അലിയെ 10 ദിവസത്തേക്ക് കോടതി NIAയുടെ കസ്റ്റഡിയിൽ വിട്ടു. ഇന്നലെ അറസ്റ്റ് ചെയ്ത പ്രതിയെ പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജി മുൻപാകെ ഹാജരാക്കിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ന്യൂനമർദ്ദ പാത്തിയുടെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ശബരിമലയിൽ ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കമായി. പുതിയ മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് നട തുറന്നത്. വൃശ്ചികം 1 ഇന്ന് വൻ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. 70,000 പേർ വെർച്വൽ ക്യൂ വഴി ദർശനത്തിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ പശ്ചാത്തലത്തിൽ പമ്പാ സ്നാനം നടത്തുന്നവർ മൂക്കിൽ വെള്ളം കയറാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്ത് ഇന്ന് നിർണായക പരിശോധന നടത്തി. ശാസ്ത്രീയ പരിശോധനയ്ക്കായി ശ്രീകോവിലിൽ സ്ഥാപിച്ചിട്ടുള്ള സ്വർണ്ണപ്പാളികൾ ഇളക്കി സാമ്പിൾ ശേഖരിച്ചു. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ തെളിവ് ശേഖരണമാണ് SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്ത് നടത്തുന്നത്. താന്ത്രിക അനുമതിയോടെ ഉച്ചയ്ക്ക് 1 മണിക്ക് നടയടച്ചപ്പോൾ തുടങ്ങിയ സാമ്പിൾ ശേഖരണം വൈകിട്ട് 3 അവസാനിച്ചു. ഇളക്കി മാറ്റിയ സ്വർണ്ണപ്പാളികളിൽ ശാസ്ത്രീയ പരിശോധന നടത്തിയ ശേഷം ഇവ യഥാസ്ഥാനങ്ങളിൽ പുനഃസ്ഥാപിക്കും. മധ്യ തിരുവിതാംകൂറിലെ പ്രസിദ്ധമായ വ്യാപാര വാണിജ്യമേളയായ തെള്ളിയൂർക്കാവ് വൃശ്ചിക വാണിഭത്തിന് തുടക്കമായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള മേജർ തെള്ളിയൂർക്കാവ് ദേവീക്ഷേത്ര മൈതാനിയിൽ 2 ആഴ്ചയാണ് വാണിഭം നടക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. പത്തനംതിട്ട മല്ലപ്പള്ളി തെള്ളിയൂർക്കാവിൽ പഴമയ്ക്കൊപ്പം ഒരു പ്രദേശത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ കൂടി വിളംബരം ചെയ്യുന്ന വാണിഭത്തിൽ കാർഷിക വിളകൾ, ആയുധങ്ങൾ, പരമ്പരാഗത വീട്ടുപകരണങ്ങൾ എന്നിവയുടെ വിപണനമാണ് പ്രധാന ആകർഷണം. അന്യം നിന്നു പോകുന്ന കാർഷിക ഉത്പന്നങ്ങളുടെ പ്രദർശനം, വിപണനം എന്നിവയും ഇവിടെയുണ്ട്. ക്ഷേത്രപ്രവേശന കാലത്തിനു മുൻപ് അന്നത്തെ കുലത്തൊഴിലുകാരും കർഷകരും വൃശ്ചികം 1 ക്ഷേത്രത്തിനു മുന്നിലെ ആൽമരച്ചുവട്ടിൽ കാർഷിക വിളകളും ആയുധങ്ങളും പരമ്പരാഗത ഗൃഹോപകരണങ്ങളും ഉണക്കമീനും പണിയായുധങ്ങളും ദേവിക്ക് കാഴ്ചയായി സമർപ്പിച്ചു പോയിരുന്നുവെന്നും ഇത് ലേലം ചെയ്തു വാങ്ങാൻ നിരവധി ആളുകൾ എത്തിയതോടെ തെള്ളിയൂർക്കാവ് വൃശ്ചിക വാണിഭമായി മാറിയെന്നുമാണ് ഐതിഹ്യം. സംസ്ഥാനത്തെ വള്ളംകളിയുടെ സംരക്ഷണത്തിനും വികസനത്തിനുമായി നടത്തുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 5ാം സീസൺ അവസാനഘട്ടത്തിലേക്ക്. 70 പോയിന്റ് നേടി വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരി ജൈത്രയാത്ര തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. വിയപുരം ചുണ്ടനിൽ മത്സരിക്കുന്ന കൈനകരി വില്ലേജ് ബോട്ട് ക്ലബ് 7 മത്സരത്തിലും തോൽവേറിയാതെയാണ് പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തിയത്. മേൽപ്പാടം ചുണ്ടനിൽ മത്സരിക്കുന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് 61 പോയിന്റുമായി 2ാം സ്ഥാനത്തുണ്ട്. നടുഭാവം ചുണ്ടനിൽ മത്സരിക്കുന്ന പുന്നമട ബോട്ട് ക്ലബ് 53 പോയിന്റ് നേടി 3ാം സ്ഥാനത്തുമുണ്ട്. 50 പോയിന്റ് നേടി നിരണം ചുണ്ടൻ 4ാം സ്ഥാനത്തുമുണ്ട്. അടുത്ത CBL മത്സരം കായംകുളത്താണ് നടക്കുന്നത്. പിന്നീട് കൊല്ലം കല്ലടയിലും പ്രസിഡന്റ്സ് ട്രോഫിയുമാണ് നടക്കാനുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. തദ്ദേശ വാർഡ് വിഭജനത്തിനായി സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ പുറപ്പെടുവിച്ച അന്തിമ വിജ്ഞാപനങ്ങൾക്കെതിരായ അപ്പീലുകൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ പത്രികാ സമർപ്പണം വെള്ളിയാഴ്ച വരെ. സ്ഥാനാർത്ഥികൾക്ക് നിക്ഷേപ തുക ഓൺലൈനായി അടയ്ക്കാൻ സൌകര്യമൊരുക്കി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവബോധ വാരാചരണത്തിന് നാളെ തുടക്കം. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം. സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക്. സ്വർണ്ണ കവർച്ചാ കേസിൽ സന്നിധാനത്ത് പരിശോധന നടത്തി പ്രത്യേക അന്വേഷണ സംഘം.
വയനാട് മീനങ്ങാടി, പാലക്കാട് കുന്നംകാട്ടുപതി ക്ഷീരോത്പാദക സഹകരണ സംഘങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ഗോപാൽ രത്ന അവാർഡ്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.